ഇവിടെ കാട്ടുപോത്ത് കണ്ട അല്ല. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ പട്ടാമ്പി സെൻറ്ററിലാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം ഏകദേശം 3 മണിയാണ് തോന്നുന്നത്. സോ എന്തായാലും ഇവിടുന്ന് നമുക്ക് ആതിരപ്പള്ളിയിലേക്ക് 130 കിലോമീറ്ററാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി നമുക്ക് നേരെ ചെന്ന് നോക്കാം. നിങ്ങൾ എന്തായാലും നമ്മുടെ വീഡിയോയിൽ കൂടെ നമ്മുടെ യാത്രത്തിൽ പങ്കാളിയായിട്ട് കണ്ടത് നമ്മൾ ഫോണും എയർഫോണൊക്കെ എടുത്തിട്ട് റൂമിൽ സൈഡായിട്ട് നമ്മുടെ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് നോക്കട്ടോ. സോ എന്തായാലും നമുക്ക് ഇവിടെ ചെന്നിട്ട് നമുക്ക് രാവിലെ തന്നെ കാട്ടിൽ കയറണം, ഷോളയാർ കാട്ടിൽ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പോയേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ അതാ നമ്മൾ പോണ ടൈമിൽ ഇവിടെ നിർത്തിയാൽ ഈ ടൈമിലൊക്കെ നമ്മൾ കാട് കയറുന്നപ്പോൾ മഴക്കാലത്തിൻ്റെ ഒരു സീസണായ കാരണം കാട് കയറുമ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഓക്കെ, ഇവിടുന്ന് നേരാണ് പോകുക. ഇവിടുന്ന് ഇനിയിപ്പോൾ കുറച്ച് ഹൈവേ ആണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ അത്യാവശ്യം രാവിലെ ആവാൻ ടൈമായ കാരണം കുറച്ച് വണ്ടികളൊക്കെ തിരക്കായിട്ട് വരുന്നുണ്ട്. അതിന് മുന്നേ നമുക്ക് ഇവിടുന്ന് കിടക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഫൈനലി നമ്മളിപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം ഏതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ദാ നമ്മളിവിടെ ഹൈവേയിൽ നിന്നിട്ട് വേറെ റോഡിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ ആതിരപ്പള്ളി അതുപോലെ തന്നെ മലക്കപ്പാറൊക്കെ കണ്ട ഒരു ബോർഡ് കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. വെൽക്കം എന്ന് പറഞ്ഞിട്ട് ഇവിടെ 19 കിലോമീറ്റർ നമ്മുടെ സിൽവർ സ്ട്രോമുക്കും അതുപോലെ തന്നെ 30 കിലോമീറ്റർ നമ്മുടെ ആതിരപ്പള്ളി വാട്ടർഫാൾസുക്കും 30 കിലോമീറ്റർ കൂടി കേട്ടോ. സോ എന്തായാലും ഇവിടുന്ന് നമുക്ക് നേരെ അങ്ങോട്ട് പോയി നോക്കാം. നമ്മളിതാ ഹൈവേന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ 6 മണി എന്ന് പറഞ്ഞിട്ട് നമ്മൾ 5:30 ആയപ്പോഴത്തേന് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് രാവിലെ 6 മണിക്കാണ് തുറക്കുക. അപ്പോൾ ഷോളയാർ കാടിക്ക് നമ്മൾ പോകാൻ പറ്റിയ ബെസ്റ്റ് സമയത്താണ്. ഒന്നാമത് ഇങ്ങനെ ഒരു ക്ലൈമറ്റിൽ ഇവിടെയും ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഷോളയാർ കാട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല ഒരുപാട് മൃഗങ്ങളുള്ള ഒരു കാടാണ്. സോ എന്തായാലും ആനകളിനൊക്കെ കാണാൻ പറ്റിയ നമ്മുടെ ഭാഗ്യം. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. സോ എന്തായാലും രാവിലെ ടൈമിൽ കയറിയ കാരണേ നമ്മൾ ആ ഒരു റോഡിന്റെ ചൂടോണ്ട് അവിടെ ആനകൾ വന്ന് നിൽക്കുന്ന തോന്നിക്ക് അറിയില്ല. നമുക്ക് കയറി നോക്കി നോക്കട്ടാ, എന്തിനെങ്കിലും ഒന്ന് കണ്ടാൽ മതിയായിരുന്നു അല്ലേ. എന്തായാലും നമുക്ക് പോയേക്കാം. അങ്ങനെ നമ്മളിപ്പോൾ ആ റൂട്ടിന് കയറി ഇവിടുന്ന് നേരെ നമ്മൾ ആതിരപ്പള്ളിക്ക് വിടുക കേട്ടോ. ഇവിടുന്ന് ഏകദേശം 30 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോവാണ്. സ്റ്റെപ്പിന് ഡ്രൈവ് ചെയ്ത് ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് കിലോമീറ്റർ ഒക്കെ പോകുന്നു. ഇപ്പോൾ അത് നമുക്കൊരു ഫോറസ്റ്റിൻ്റെ വൈബ് വരുന്നുണ്ട് കേട്ടോ. എന്താ ഇവിടെ ഒരു ബോർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇറങ്ങേണ്ടത്. എന്തായാലും നമുക്ക് ഇവിടെ നേരാണ്ട് പോകാം. നമുക്ക് ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ട് നമുക്ക് അവിടെ ഇറങ്ങാം. അതുപോലെ തന്നെ അതിൻ്റെ മുന്നായിട്ട് സിൽവർ സ്റ്റോം കഴിഞ്ഞു ഇല്ലല്ലേ? ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ആതിരപ്പള്ളി നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാം. ഓക്കെ, നമ്മളിത് അവിടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് കേട്ടോ. അതാ പുറത്ത് നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ ഫുള്ള് മഞ്ഞാണ്. ഞാൻ ഇവിടെ നിന്ന് നേരെ പോയിട്ടുള്ള ഒരു വ്യൂ ഉണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് ഇവിടുന്ന് നമുക്ക് നോക്കുമ്പോൾ കാണേ ഉണ്ടല്ലേ. നമ്മൾ ഞാൻ കയറാൻ പോവാ. കാണാല്ലേ, നമ്മളിതവിടെ കയറിയിട്ടാ. ഇവിടെ വൈൽഡ് ആനിമൽസ് ക്രോസിംഗ് ഏരിയ എന്ന് കൊടുത്തിട്ടുണ്ട്. സ്ഥലത്ത് നമുക്ക് ബോർഡ് കാര്യങ്ങളൊക്കെ കാണാട്ടെ. ഈ മാന് അതുപോലെ തന്നെ ഈ ആനകളൊക്കെ ക്രോസ് ചെയ്യുന്ന ഏരിയ എന്നൊക്കെയുള്ളത് കണ്ട. അപ്പോൾ എന്തായാലും ഇപ്പം തന്നെ നമുക്ക് ആ ഒരു ശരിക്കും ആ ഒരു വൈബും നല്ല തണുപ്പും ഫീൽ ചെയ്യുന്നുണ്ട്. സോ എന്തായാലും നേരായിട്ട് ചെന്ന് നോക്കാം. ഇവിടുന്ന് ഇപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യാം നമ്മുടെ ആതിരപ്പള്ളി. നമ്മുടെ ഈ സൈഡിൽ കണ്ട ഒരുപാട് മരങ്ങൾ നിൽക്കുകയാണ്. നമുക്കിത് പാം ഓയിൽ ഉണ്ടാക്കുന്ന മരമാണ് നമ്മൾ ഈ സൈഡിൽ കാണുന്നത്. നോക്കി ഇത് ഈ ഒരു ഏരിയയിൽ ഇവിടുന്ന് ഒരുപാട് ദൂരം ഫുള്ള് ഈ ഒരു മരം വ്യാപിച്ച് കിടക്കുക കേട്ടോ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ നല്ല രാവിലെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം സമയം 6:15 ആയിട്ടുണ്ട് കേട്ടോ. സോ നിങ്ങൾക്ക് എൻ്റെ മുന്നിൽ കാണാൻ നമ്മുടെ സിൽവർ സ്റ്റോമാണ്. നമ്മുടെ സിൽവർ സ്റ്റോമിൻ്റെ അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു പാലമുണ്ട്, അവിടുന്ന് ഒരു വ്യൂ ഉണ്ട്. നല്ല മഞ്ഞൊക്കെ പിടിച്ചിട്ട് ഒരു മല കേൾക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, ഇതാ നമ്മൾ നേരെ ചെന്നിട്ട് അവിടെ പാലം കണ്ട നിങ്ങൾ, അവിടുന്ന് മേലേക്കുള്ളൊരു വ്യൂ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വണ്ടി ഇതവിടെ നിർത്തിയിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് ചെന്നിട്ട് ഞാനത് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ നിന്ന് വെള്ളം വന്നിട്ട് ഒഴുകി പോകുന്ന സ്ഥലമുണ്ട് കേട്ടോ ഇവിടെ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നന്ദി, വീണ്ടും വരിക ആതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത്. ഗൈസ്, നമ്മൾ കാണിച്ചു തന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടുന്ന് കണ്ട് ഇറങ്ങാൻ പറ്റും തോന്നുന്നു. നോക്കി നോക്കട്ടെ. ഓക്കെ,
അവിടെ കുറച്ച് പേര് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടുന്ന് മേലെ നിന്നുള്ള ഒരു ബ്യൂട്ടി നിങ്ങൾ നോക്കി, നമ്മുടെ നാച്ചുറുണ്ട് ശരിക്കും. ആ ഒരു മഞ്ഞൊക്കെ അവിടുന്ന് വരുന്നത് കാണാൻ അതിമനോഹരമായിട്ടുണ്ട്. നിങ്ങൾക്കൊരു ട്രിപ്പൊക്കെ വരാൻ നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും സമയം കളയേണ്ട, ഇപ്പം തന്നെ വന്നേക്കുക. കാരണം ഈ ഒരു ക്ലൈമറ്റ് നമ്മൾ ആസ്വദിക്കാൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ട്രിപ്പ് മുതലായി. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, നിങ്ങളിപ്പോൾ ഈ കാണണമെന്നൊന്നും അല്ല കേട്ടോ, ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം. ഓക്കെ, അതെ അവിടുത്തെ ഒരു വെള്ളമൊക്കെ പോകണുണ്ടോ, ഇതൊന്നല്ല, ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് നോക്കിയേ, ഞാൻ കാണിച്ചു തരാടാ. അവിടെ നിങ്ങൾ നോക്കിയേ, ശരിക്കും നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ എന്താ പറയുക, നിങ്ങൾ തന്നെ നോക്കി നോക്കുക, എന്തൊരു ബ്യൂട്ടിയാണ് നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ. ഇത് നമുക്കിവിടെ വന്ന് വന്ന് നിൽക്കാൻ പറ്റൂല, ഉണ്ടാവും ഇവിടുന്ന് ഇങ്ങനെ ഒരു വ്യൂ നമുക്കിങ്ങനെ കാണാം. അവിടെയൊക്കെ മഞ്ഞ് നോക്കി നിങ്ങൾ. ഈ ടൈമിലാണ് നമ്മൾ ഈ ഒരു കാട് കടക്കാൻ പോകുന്നത്. സോ എന്തായാലും കയറി നോക്കാം. നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ. സോ എന്തായാലും പോയോക്കട്ടെ. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി പോകട്ടെ. ഇവിടുന്ന് ഈ ഓരോ സ്റ്റെപ്പും നമ്മൾ ഇറങ്ങി പോകുമ്പോഴൊരു ആ ഒരു ഫീലുണ്ട്. നമ്മളിതപ്പാണ്ട് ചെന്നിട്ട് കാണിച്ചു തരാം. നമുക്ക് ആ ഒരു വെള്ളം പോകുന്ന ആ ഒരു കറക്റ്റ് സ്ഥലത്ത് നിന്ന് കാണും. പക്ഷേ ഇത് വെള്ളം കൂടുന്ന ടൈമിൽ ചിലപ്പോൾ ഇങ്ങോട്ട് വെള്ളം കയറില്ല, അത് ഞാൻ സംശയിച്ചു. കാരണം ആ ഒരു വെള്ളത്തിൻ്റെ ഒരു ടച്ച് ചെയ്തിട്ടുള്ള രീതിയിലാണ് ആ ഒരു സ്ഥലം നിൽക്കുന്നത്. നമുക്കിപ്പോൾ ഇറങ്ങാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടുന്ന് ഒരു അടിപൊളി വ്യൂ ആയിരിക്കും. മുത്തുട്ടിയേ ഞാനുണ്ട്. ഈ ഒരു പാലത്തിൻ്റെ അവിടെ നിന്നുള്ള ആ ഒരു ഫുൾ വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാണ്ട്. ഇവിടുത്തെ ഈ ഒരു മരം നോക്കിയേ. ഞാൻ എന്തായാലും അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഈ സത്യം പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിട്ടത്. ആ വെള്ളം പോകുന്നൊക്കെ നിങ്ങൾ നോക്കിയേ. ഇതാ ഇവിടുന്ന് അതാ നമ്മൾ നേരത്തെ കയറുന്ന പാലം ഉണ്ടല്ലോ, അതാണ് ഇതാ നീ കാണുന്നത്. അതുപോലെ തന്നെ ഇതാ അവിടെ ഇപ്പോഴും ഒരു മഞ്ഞ് വിട്ടു പോയിട്ടില്ല, കണ്ടാ. സോ എന്തായാലും ഇതാ ഇവിടുന്ന് ഇപ്പോൾ അവിടുന്ന് വെള്ളം വരുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് കുറച്ചെന്ന് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആതിരപ്പള്ളി വാട്ടർഫാൾസ് കാണാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് തരാം. ഓക്കെ, ഇത് ഇവിടെ നോക്കിയേ. അതുപോലെ തന്നെ അവിടുന്ന് നമ്മൾ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് കേട്ടോ. ഇവിടെ സ്റ്റെപ്പായിട്ട് നമുക്ക് ഇവിടുന്ന് കണ്ട വെള്ളം നമുക്ക് ഇവിടെ ഇറങ്ങിക്കാനൊക്കെ പറ്റും. കണ്ടോ, നമുക്ക് ആ വെള്ളം വരുന്ന ടൈമിൽ നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് വേണമെങ്കിൽ ഇവിടെ ഇറങ്ങി നമുക്ക് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ആഴമുള്ള സ്ഥലം തോന്നുട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ആ ഒരു ഭാഗത്ത് കേട്ടോ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഈ ഒരു സ്ഥലത്ത് നമ്മൾ പോവാട്ടോ. നമ്മളിനി നേരെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ കണ്ടാണ് പോകുന്നത്. സോ ഈ പാലത്തിൻ്റെ പേര് വെറ്റിലപ്പാറ പാലം എന്നാണ് കേട്ടോ. എന്തായാലും അടിപൊളിയായിരുന്നു. ഇനി എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് പോട്ടെ. ഓക്കെ, ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ചായ മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്ട്. ഇവിടുന്ന് നമുക്ക് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ ആതിരപ്പള്ളി വാട്ടർഫാൾസ് എത്തും. സോ അവിടെ എത്താറായിട്ടുണ്ട്. ഏകദേശം ആ ഒരു റൂട്ടിൽ അവിടെ എത്താറായിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മളെ വണ്ടി ഇതവിടെ അവിടെ നിർത്തിയിട്ട് താഴത്തേക്കുള്ള റോഡ് പറഞ്ഞാൽ ഇതാട്ടാ. ഈ റോഡ് കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഫൈനലി ഗൈസ് നിങ്ങൾക്ക് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കണ്ടേ, കാണിച്ചേരാടാ. ഒരു മിനിറ്റ്. എന്തപ്പോൾ ഇവിടെ കടിച്ച സൈഡ് കൂടാണ്ട് കയറാം. സാധനം ഫോണും പിടിച്ച് കൊടുക്കും. അയ്യോ, ഏതാ വ്യൂ നോക്കി നിങ്ങള് എന്നുള്ള ഒരു വ്യൂ നോക്കിയാൽ നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. ഇപ്പം നല്ല വെള്ളമുള്ള ടൈം കേട്ടോ. കുറേ മഴ പെയ്ത കാരണം നല്ല വെള്ളമുള്ള ടൈം. നല്ല രീതിയിൽ കുത്തിവയ്ക്കുന്നുണ്ട് കണ്ടാ. നമ്മളിവിടുന്ന് സമയം കളയണില്ല. നമ്മളിത് ഈ ചായക്കടയിൽ നിന്നിട്ട് നേരത്തെ ചായ വാങ്ങിയത്. അവിടെ ചേട്ടാ ചായ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് കയറട്ടെ. നമുക്ക് ഫോറസ്റ്റ് കയറണ്ടേ. അധികം ടൈം പിടിച്ച് കഴിഞ്ഞാൽ ഉച്ചയാവും. അങ്ങനെ നമ്മൾ അവിടുന്ന് പോന്നിട്ട് അവിടെ നിങ്ങൾക്ക് കാണിച്ചെന്നല്ലോ നല്ല മനോഹരമായിട്ടുള്ള ആ ഒരു മഞ്ഞും സംഭവമൊക്കെ ഉണ്ടായിരുന്നു. സോ എന്തായാലും നമ്മൾ അവിടുന്ന് പോകുന്നു. ഇവിടുന്ന് നിങ്ങൾക്ക് കണ്ട നല്ല മഞ്ഞുള്ള ഒരു സ്ഥലത്ത് കൂടെ ഉണ്ട് നമ്മൾ പോകുന്നത്. ഇനിയിപ്പോൾ നേരെ ചെന്നിട്ട് നമ്മൾ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്നാണ് അവിടുന്ന് നമുക്ക് കയറാം. പിന്നെ ഈ കാടിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരുപാട് വന്യമൃഗങ്ങളുള്ള ഒരു സ്ഥലമാണ്. അത് മാത്രമല്ല നമ്മൾ ഈ സമയത്ത് കയറുന്ന കാരണം
കാണാൻ പറ്റുമെന്ന് തോന്നുന്നത്. കണ്ടാൽ മതിയായിരുന്നു, നമുക്ക് നോക്കട്ടാ. ഗൈസ് ഞാനിവിടെ ഇറങ്ങിയാട്ടെ, ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. ഇവിടെ നല്ല മഴക്കാലത്തിന്റെ ടൈമായ കാരണം ഇവിടെ വെള്ളച്ചാട്ടത്തിൽ നല്ല ഫോഴ്സിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ ഒരു കവാടം ഉണ്ട്, ഇതിന്റെ ബാക്കിലായിട്ടാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. അവിടുത്തെ വീണിട്ടുണ്ട്. നല്ല ഫോഴ്സിലാണ് വെള്ളം വരുന്നത്, കാരണം നമുക്ക് ഇങ്ങോട്ട് അടിക്കണ്ട അതിന്റെ ഒരു വെള്ളത്തിന്റെ ഒരു ഇത്. സെൻട്രലിൽ എന്നിട്ട് കാണിച്ചു തരാം. അയ്യോ, ഇവിടെ ഈ ഒരു സാധനമില്ലെങ്കിൽ ക്ലിയർ ആയിട്ടുണ്ട്. അയ്യത് ഗൈസ് നിങ്ങൾ നോക്കിയാൽ ശരിക്കും ഇവിടെ നിൽക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുള്ളൂ എത്രത്തോളം ആയിരിക്കും അതിൻ്റെ ഒരു ആ ഭംഗി എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയേ, കാരണം നല്ല മഴ സീസണായ കാരണം നല്ല രീതിയിൽ വെള്ളം ഉണ്ട് കേട്ടോ. കാരണം ഇത് കുറച്ച് ബാക്ക് ഇറങ്ങിയിട്ട് കാണിച്ചാ. ഓ ഗൈസ് നിങ്ങൾ നോക്കിയേ, അയ്യോ എങ്ങനെയുണ്ട് നിങ്ങൾ പറയട്ടാ. നമ്മൾ ഇതിന് മുന്നേ ഇവിടെ വന്നപ്പോൾ ചെറുതായിട്ട് വെള്ളം വരുന്നുണ്ടായിരുന്നുള്ളൂ, പക്ഷെ നമ്മൾ വന്ന ടൈം എന്തായാലും അടിപൊളിയാണ്. അങ്ങനത്തെ ഒരു ടൈമിലാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മളെ വണ്ടി ഇത് അവിടെ നിർത്തിയിട്ട് നമ്മളിവിടെ ഇറങ്ങിയതാണ്. നിങ്ങൾ അങ്ങോട്ടൊക്കെ നോക്കിയേ, നല്ല ഫോഴ്സിലാണ് വെള്ളം വരുന്നത്. ഇവിടെ എന്താ അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട്? നിങ്ങൾ എങ്ങനെയുണ്ട് ജസ്റ്റ് കമന്റ് ചെയ്തേക്കാം. അവിടെ എന്താ ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിതാ ഇവിടുന്ന് പോവാൻ കേട്ടോ. ഓക്കെ, ഇതെന്തായാലും ഒരു അടിപൊളി വ്യൂ ആയിരുന്നു. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോവാൻ കേട്ടോ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിതാ ഇവിടെ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല അടിപൊളി സ്ഥലമാണ്. ഇവിടെ ഒരു ചെറിയ വീട് പോലത്തെ സംഭവമാണ്, ഞാൻ കാണിച്ചു തരാം. വീടല്ല, ഒരു ചെറിയൊരു ഷെഡ്. സോ എന്തായാലും അതിൽ ഫുള്ള് മീനുകളൊക്കെയാണ്. എന്തായാലും നമ്മൾ ഇവിടുന്ന് കയറുമ്പോൾ ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പോൾ ഇവിടെ നേരെ അങ്ങോട്ട് കയറുകയാണ്. കാലാവസ്ഥ മോശമാണ്, ശ്രദ്ധിക്കണം, മരങ്ങളൊക്കെ വീഴുന്നുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. സോ എന്തായാലും നമുക്കങ്ങോട്ട് കയറി ചെന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ് നമ്മൾ പോവാട്ടോ. എന്താ ചെക്ക് പോസ്റ്റ് ഇതാ. ഓക്കെ, നേരെ ചെല്ലാം. ഇനി എന്തായാലും നമ്മൾ പറഞ്ഞ പോലെ എന്തെങ്കിലും മൃഗങ്ങളൊക്കെ കാണുമോ നോക്കി നോക്കാം. അപ്പോൾ അതാ ഇവിടെ കുറച്ച് ചായക്കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് നമ്മൾ കാട്ടുണ്ട്, അതായത് ഉൾക്കാട്ടിലേക്കാണ് ഇറങ്ങാൻ പോകുന്നത്. ഇവിടെ ആന ക്രോസ് ചെയ്യുന്ന ഏരിയ നിന്ന് ബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥലമൊക്കെ നോക്കി നിങ്ങൾ, നല്ല അടിപൊളി സ്ഥലമാണ്. ഇത് ഇവിടെ ഒരു പാലൊക്കെ ഉണ്ട്. വരുന്ന വഴിക്ക് നമ്മളൊരു ആനപ്പിണ്ട കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആന ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അവിടെ ചെയ്ത് സോ ഗൈസ്, അവിടുന്ന് നമുക്ക് ഒരുപാട് പക്ഷികളെ സൗണ്ടൊക്കെ കേൾക്കാണ്ട് കേട്ടോ. ആനല്ലടാ, വേറെ എന്തെങ്കിലും അത് നോക്കി. ഇവിടെ നമ്മൾ ഇവിടുന്ന് പോണ വഴിക്ക് നമ്മൾ ഓരോ സ്ഥലം കഴിയുമ്പോഴും കൂടുതലൊരു ഇരുട്ടുള്ള സ്ഥലമായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്നുകൂടി ഇരുട്ടുള്ള സ്ഥലമായിട്ട് വരുന്നുണ്ട്. ഇവിടുന്ന് ഇറങ്ങി ചെല്ലുന്നോളും. നമ്മളിപ്പോൾ അവിടുന്ന് കുറച്ചുകൊണ്ട് പോന്നിട്ട് ഇങ്ങനത്തെ ഒരു സ്ഥലത്തിട്ട് ഈ ഒരു ഏരിയയിലേക്ക് നല്ലൊരു ആനകളൊക്കെ ഉണ്ടാവുന്ന ഒരു ഏരിയയാണ്. ആന കാണാൻ പറ്റുമോ? എന്താ നമുക്ക് നോക്കി നോക്കാം അല്ലേ? പിന്നെ നമ്മൾ മെയിനായിട്ട് ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കാലാവസ്ഥ തീരെ ശരിയല്ല. കാരണം ഏത് നേരവും മഴയാണ്. അങ്ങനെ ഒരു ഇതിലാണ് നമ്മൾ വരുന്നത്. കാരണം ഈ ഫുൾ ടൈം മഴ ഉള്ള ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ മരങ്ങളൊക്കെ ഒരുപാട് വീഴുന്നുണ്ടാവുകൊണ്ട് ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത്. സോ എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈമിലാണ് നമ്മൾ വരുന്നത്. സോ എന്തായാലും നോക്കിയാൽ നിങ്ങൾക്ക് ഇപ്പോൾ ആരെങ്കിലും ഈ ടൈമിലൊക്കെ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവും. അങ്ങനെ ആരെങ്കിലും വരുന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അയച്ചു കൊടുത്തേക്കാം കേട്ടോ. പക്ഷേ ഗൈസ്, നിങ്ങൾ ജൂൺ ജൂലൈ മാസത്തിൽ വരിക വെച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ഷെ നിങ്ങൾ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ കാലാവസ്ഥ മറ്റൊക്കെ ഇങ്ങനെ ആയ കാരണം ശ്രദ്ധിച്ചിട്ട് വരിക കേട്ടോ. കാരണം ഒരുപാട് മരങ്ങൾ വീഴുന്നതും അതുപോലെ കുറച്ച് പ്രശ്നങ്ങൾ, കാലാവസ്ഥാപരമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ശ്രദ്ധിച്ചിട്ട് വന്നേക്കാം. അവിടെ ഇവിടെ മരം കൊമ്പൊക്കെ എടുത്തിട്ട് ആനാണ് ഗൈസ്. നമ്മൾ പോണ വഴിക്ക് ഒരുപാട് ആനപ്പിണ്ടങ്ങളുണ്ട് കേട്ടോ. അതായത് അധികം സമയം ആയിട്ടില്ല അത് ഇവിടെ വന്നിട്ട് പോയിട്ടുണ്ടാവുക. അതുകൊണ്ട് അതുപോലെ തന്നെ കുറേ മരങ്ങളൊക്കെ ഉണ്ട്, എന്താ പറയുക, കൊമ്പും ചുള്ളിയൊക്കെ എടുത്തിട്ട് പൊട്ടിച്ചിട്ട് എടുക്കുന്നത് കാണാണ്ട്. സോ എന്തായാലും നമുക്കത് ചെന്ന് നോക്കാം. നമ്മളിപ്പോൾ ചെല്ലുന്നത് നേരെ അതിരപ്പള്ളി കണ്ട് മലക്കപ്പാറ, അവിടെ നമ്മൾ വാൾപ്പാറ നിങ്ങൾക്കറിയാലോ, നല്ല ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. അത് നല്ല ക്ലൈമറ്റ് ഒക്കെ നേരെ ഫുൾ ടൈം. നിങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ റീലിലൊക്കെ മെയിനായിട്ട് വന്നിട്ട് കണ്ടിട്ടുണ്ടാവും. നമ്മൾ ബൈക്കുമൊക്കെ ഇങ്ങനെ ഒരു വളവിലൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരു ലൊക്കേഷനാണ് നമ്മുടെ വാൾപ്പാറ. സോ അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് പിന്നെ നമ്മൾ പൊള്ളാച്ചി, മറ്റേ ആനമല, അങ്ങനെ ആ ഒരു റൂട്ടിന് മൂന്നാർക്ക് കയറാനാണ് കേട്ടോ. ഓക്കെ, മറയൂർ വഴി. ഓക്കെ, ഇത് നമ്മളവിടെ നോക്കിയാട്ടോ, അവിടെ ഇറങ്ങി നോക്കിയതാ. ഇനിയിപ്പോൾ കുറേ ദൂരം നമുക്ക് പോകാണ്ട് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ. ഇതാ ഇവിടെ ഒരു വെള്ളം പോകുന്നുണ്ട് കേട്ടോ. ഇതാ അവിടെ ഒരു തടാകം പോലൊരു സ്ഥലമുണ്ട്.
ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഇവിടുന്ന് പോവാണ് കേട്ടോ. നമ്മൾക്ക് ഇനി ഇവിടുന്ന് കുറച്ചെണ്ണം ചെന്ന് കഴിഞ്ഞാൽ ഇതിപ്പോഴും നമ്മൾ കാട് നല്ല രീതിയിൽ ആസ്വദിക്കാൻ തുടങ്ങിയിട്ടില്ല. ഇനി നമുക്ക് ഇവിടുന്ന് പോവാണ്ട് കേട്ടോ. ഒന്നാമത് നമുക്ക് ഈ ഒരു കാടിൻ്റെ ആംബിയൻസും അതുപോലെ തന്നെ നല്ല ചെറിയ രീതിയിൽ മഴ പെയ്യും. അപ്പോൾ ഇത് രണ്ടും കൂടി ആയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഗൈസ്. നമ്മൾ അവിടുന്ന് കണ്ടിട്ടുള്ള ഒരു വെള്ളം പോകുന്നുണ്ടായിരുന്നില്ല, അതിൻ്റെ ഒരു തടാകം കണ്ടോ ഇവിടെ. ഞങ്ങൾക്ക് കാണിച്ചാൽ ഇവിടെ ഫുള്ള് മരങ്ങളായി കാരണം ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. സംഭവം നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ ആ തല അതാ അവിടേക്കൊക്കെ ഉണ്ട് ഫുള്ള്. അതാ അവിടെ രണ്ട് ചേട്ടന്മാര് തുഴഞ്ഞു പോണു ഗൈസ്. നമ്മളിങ്ങനെ പോയോണ്ടിരിക്കണ്ട, നല്ലൊരു കാറ്റാണ് നമുക്ക് അടിക്കുന്നത്. നല്ലൊരു എന്താ പറയാ, നല്ലൊരു നാച്ചുറൽ ഫീൽ കിട്ടുന്നുണ്ട് കേട്ടോ. അല്ലാ ഇപ്പൊ തീർന്നു KSRTC. ഗൈസ് ഇവിടെയൊക്കെ നല്ല ആനപ്പിണ്ട് ഉണ്ട് കേട്ടോ. നമ്മള് വൈകുന്നേരം ടൈമിലൊക്കെ വരുമ്പോ ഇത് അവിടെ അല്ലേ ഫ്രണ്ടിൽ ഇത് കണ്ടാ. നമ്മള് ഇവിടെ ശരിക്കും നമ്മൾ ആനല്ല പേടിക്കണ്ട, നമ്മള് നമ്മുടെ ബസ്സിന് പേടിക്കേണ്ടത് KSRTC. ആ വരുന്ന വരവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒന്ന് സ്പീഡ് കുറച്ച് പോയ കാരണം രക്ഷപ്പെട്ടു. അമ്മാതിരി വരവാണ് ഈ വളവ് എന്നൊക്കെ വരുന്നത്. ജസ്റ്റ് നമ്മൾ സ്പീഡ് കൂടിയിട്ടുണ്ടെങ്കിൽ ഇപ്പം തട്ടിയിരുന്നു. അങ്ങനെയാ വണ്ടി വരുന്നത് ഗൈസ്. കാട്ടുകോഴി കണ്ടില്ലല്ലോ, കാട്ടുകോഴി ഇതട്ടാ പോണ്. നമ്മളിത് ഫസ്റ്റ് വന്നിട്ട് നമ്മൾ കാട്ടുപോയി കണ്ടോ. ഇനി നമുക്ക് നോക്കി നോക്കാം. നമ്മൾ ശരിക്കും പെരുന്നാൾക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്ടോ, പെരുന്നാൾക്ക് ഇറങ്ങണം വിചാരിച്ചാണ്. പക്ഷെ അന്ന് എക്സാം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അന്ന് വരാൻ പറ്റില്ല. അങ്ങനെയാണ് നമ്മൾ നീട്ടി വെച്ചിട്ട് 27-ാം തീയതി ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ നമ്മൾ വരുന്നതിൻ്റെ മുന്നേ തന്നെ പ്ലാൻ ചെയ്തതാണ് നമ്മൾക്ക് എങ്ങനെയും പോകണം എന്നുള്ളത്. അങ്ങനെ ഇറങ്ങിയതാണ്. സോ എന്തായാലും ഫുള്ള് ത്രില്ലില്ല. അതിൽ മുത്തിട്ടേ അല്ലേ. രാവിലെ അവിടുന്ന് ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ തോന്നും ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് അവിടുന്ന് അങ്ങനെ ഇറങ്ങിയതാണ്. ഇവിടെ ഒരു വലിയ മരം വീണ് എടുക്കണ്ട കേട്ടോ. അതെന്താ മുറിച്ചല്ലത്, വീണ്ടും മുറിച്ചല്ലേ. നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഞാൻ അൾട്രാ വീട്ടിലിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. നല്ല ഗൈസ് നിങ്ങളിത് നോക്കിയേ, ഞാൻ കാണിച്ചു തരാം. നോക്ക്, നല്ല അടിപൊളി മഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ. അത് ഇവിടെ താഴത്തേക്കൊക്കെ നോക്കിയതൊക്കെ കണ്ടോ. അവിടെയൊക്കെ നമുക്ക് ആന ഉണ്ടോ നോക്കിയോണ്ടിട്ടാ. ഇനി അങ്ങോട്ടൊക്കെ നോക്കി നിങ്ങള്. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം. അവിടെ ആ ഒരു ഭാഗത്ത് നല്ല മഞ്ഞ് തിങ്ങി നിൽക്കട്ടെ. മേലതാ ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞില്ല ഒരു KCBയുടെ കറണ്ട് ജനറേറ്റർ. അത് ഇവിടെയാണ് തോന്നുന്നു. അത് കണ്ട കേരള സ്റ്റേറ്റ് ഇലക്ട്രിക്കൽ ബോർഡ് ഷോളയാർ പവർ ഹൗസ് എന്നാണ്. ഷോളയാർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്. ഈ ഒരു സംഭവം കണ്ട. ഇതിന്ന് അങ്ങനെ ഉണ്ടാക്കുന്നത് തോന്നുന്നു. ഇതിൻ്റെ ഇവിടുന്ന് അങ്ങോട്ടുള്ള സ്ഥലമുണ്ട്. ഇവിടെ നല്ല ആഴമുണ്ട് കണ്ട. ആ പൈപ്പ് പോകണുണ്ട്. നമ്മൾ ഇവിടുന്ന് കണ്ട പൈപ്പ് എന്താ കണ്ടാ. ഇവിടുന്ന് വന്ന പൈപ്പ് ഇതാ നേരെ അത് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അവിടെ വേറൊരു പവർ സ്റ്റേഷൻ കൂടി ഉണ്ട്. അതുപോലെ തന്നെ കണ്ട അവിടെ വെള്ളച്ചാട്ടം കാണാണ്ടെന്ന് വെച്ച് ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചു തരാം. അത് വെള്ളക്കുപ്പിയാ ശാലേ നിഷാദ്. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അനിയൻ അതുപോലെ തന്നെ ഉമ്മയും ഉപ്പയും ഇവിടെ ആയിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഫാമിലി ആയിട്ട് വന്ന് നമ്മൾ അവിടുന്ന് കയറി വരുന്തോറും ക്ലൈമറ്റ് നല്ല രീതിയിൽ മാറുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒന്നുകൂടി നല്ല മഞ്ഞായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഫ്രണ്ടിലേക്ക് നോക്കിയേ. ഇപ്പം നിങ്ങൾ ക്ലൈമറ്റ് നോക്കിയേ. ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ട് ഒരു 1.5 ക്ലൈമറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് നല്ല മഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിനി ഓരോന്ന് കയറുന്ന ഓരോ അടിയിലും മഞ്ഞ് കൂടി വരും. അങ്ങോട്ട് നോക്കി നിങ്ങൾ. സത്യം പറഞ്ഞൊന്നും കാണാൻ പോലും ഇല്ല, അങ്ങനെ ക്ലൈമറ്റ് അയക്കണേ ഗൈസ്. ഇവിടെ കാട്ടുപോത്ത് ഇത് നിൽക്കണേ കണ്ടോ കാട്ടുപോത്തുണ്ടോ. ആള് സൈലന്റ് ആയിട്ട് നിന്നിട്ട് ചിലപ്പോ ചാടും കേട്ടോ. അങ്ങനെ സൈഡിലൊക്കെ സൈഡിലുണ്ടാവും, അങ്ങനെ ചാടി ഉണ്ടാവും. ഇവിടെ എന്താ മറ്റേ ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് മാനയുള്ള ഏരിയ വന്നിട്ട് ശാലേ കാണാം. പുലിയുടെ ബോർഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കട്ടെ. നേരത്തെ നമ്മളൊരു കാട്ടുപോത്തിനെ കണ്ടില്ലേ, ഇനി നമുക്ക് നോക്കി നോക്കാം. നമ്മൾ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ റോഡൊക്കെ ഫുള്ള് കച്ചറായിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോഴും കച്ചറ ഉണ്ട്, പക്ഷെ വലിയ കുഴപ്പമില്ല. റോഡ് പണിയൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് നമ്മൾ വന്ന അത്ര ഒരു പ്രശ്നമില്ല. ഒരുവിധം കുഴികളൊക്കെ അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫുള്ള് കച്ചറായിരുന്നു. നമുക്ക് ബൈക്കടക്കം ഓടിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു.
ഏതാണ്ട് ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ ഇത് ഏകദേശം എല്ലാ റോഡും റെഡിയാക്കി വിടുന്നുണ്ട്. ഗൈസ് ഇവിടെ ഈ വെള്ളച്ചാട്ടം കണ്ടപ്പോൾ ഇറങ്ങിയതാട്ടോ. ഇവിടെ അട്ട ഉണ്ടാവുമെന്ന് അറിയില്ല. കണ്ട നല്ല ക്ലിയർ വെള്ളം വേണ്ടത്. ഗൈസ് ഇപ്പൊ അത് അവിടുന്ന് വെള്ളം എടുക്കാൻ വയ്യാണ്. ഇപ്പൊ അവിടുന്ന് വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ ഇവിടുന്ന് വെള്ളം എടുത്ത് നമ്മളിവിടെ പോവാണ്. വെള്ളം ജസ്റ്റ് വെറുതെ എടുത്താ കേട്ടോ. അതിന് നല്ല തണുപ്പുള്ള വെള്ളം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു പ്രത്യേകത സൗണ്ട്, നമ്മൾ കിളിയുടെ സൗണ്ടും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പൊ ആ മഴയുടെ സൗണ്ടും അവിടെ ഒരു സൗണ്ട് ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, അല്ല കേൾപ്പിച്ചു തരാം. ഗൈസ് നമ്മളിതാ ചെക്ക് പോസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു മലയാളിയുടെ കടയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന കേട്ടോ. ഇപ്പോൾ സമയം എത്ര അറിയാം? 10:30. ഇപ്പോൾ 10:30 സമയമായിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ ക്ലൈമറ്റ് കാണിച്ചു തരാം. ഗൈസ് ഇവിടുത്തെ ക്ലൈമറ്റും ഒക്കെ നല്ല അപ്പം തുടങ്ങിയ മഴ കേട്ടോ. നമ്മളിനി ഇവിടുന്ന് മലക്കപ്പാറ, അവിടുന്ന് അങ്ങനെ നമ്മൾ മലക്കപ്പാറ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല, ഒരു ചെറിയ ഗ്രാമമാണ്. അവിടുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വാൾപ്പാറയ്ക്ക് പോകാട്ടോ. വാൾപ്പാറ നമുക്ക് കുറച്ച് ലൊക്കേഷനൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് അവിടുന്ന് പൊള്ളാച്ചാണ്ട് റൂട്ട് തിരിക്കാം. നമ്മളിതാ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാം. നമ്മളിപ്പോൾ ഇവിടെ വന്ന പോലെ അല്ല ക്ലൈമറ്റ്. മഞ്ഞ് നോക്കി നിങ്ങൾ, അയ്യോ, നമ്മൾ ഇവിടുന്ന് ചായ കുടിച്ചിട്ട് കൈ കഴുകാൻ പോലും പറ്റില്ല, അത്രയും നല്ല തണുത്ത വെള്ളമുണ്ടോ വരുന്നത്. മഞ്ഞാന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ് നിങ്ങൾ മഞ്ഞ് നോക്കി, എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോലും കാണാൻ പറ്റില്ല, അങ്ങനെ മഞ്ഞാട്ടോ. അത് അവിടെ നോക്ക്. നമ്മളിപ്പോൾ സമയം രാവിലെ ഒരു 11 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ 11 മണിക്കത്തെ ക്ലൈമറ്റാണ് നിങ്ങളിപ്പോൾ കണ്ടത്. കണ്ടോ, എന്താ അടിപൊളിയായിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഇവിടുന്ന് നേരെ മലക്കപ്പാറ, അവിടുന്ന് അങ്ങനെ വാൾപ്പാറ. ഗൈസ് നമ്മളിത് അവിടുന്ന് ചായ അടിച്ച് അവിടുന്ന് കുറച്ചിട്ട് പോകുന്നു കേട്ടോ. സത്യം പറയാൽ ഇവിടുന്ന് വന്നിട്ടുള്ള ക്ലൈമറ്റ് കണ്ടപ്പോൾ തന്നെ കിളി പോയി. അമ്മാതിരി ക്ലൈമറ്റ് നമ്മൾ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു കേട്ടോ. നിങ്ങൾ അങ്ങോട്ടൊക്കെ നോക്കി അവിടേക്കൊന്നും കാണാൻ പോലും ഇല്ല, അങ്ങനെയാണ് അവസ്ഥ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ വരണമെന്ന് ആലോചിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ സമയം കളയണം, ഇപ്പം തന്നെ ഇറങ്ങിയേക്കുക. ഓക്കെ, ഏതായാലും നമ്മൾ വരികയാണ്. ഇത്രയും ഒരു നല്ല ക്ലൈമറ്റ് കിട്ടിയിട്ട് നമ്മൾ വന്നില്ല എന്ന് പറയുമ്പോൾ അതാണ് പറഞ്ഞത്. നിങ്ങൾ വരാൻ നിൽക്കണവരാണെങ്കിൽ വന്നേക്കുക. ഓക്കെ, അതെ, അവിടേക്കൊക്കെ നോക്കി അവിടുന്ന് കാണാൻ പോയില്ല. ഇവിടുന്ന് കണ്ട് പോകുന്ന ടൈമിലൊക്കെ നല്ലൊരു ബ്യൂട്ടി. എന്താ വെച്ചാൽ നല്ല മഴയില്ല, നല്ല മഴയില്ല, ഒരു ചെറുതായിട്ടേ മഴ പെയ്യുന്നുള്ളൂ. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇത് അവിടേക്കൊക്കെ കണ്ടോ. ഓക്കെ ഗൈസ്, അങ്ങനത്തെ നമ്മൾ അവിടുന്ന് പോകുന്നു. ഇതാ നമ്മളിപ്പോൾ മഞ്ഞൊക്കെ ഒരുവിധം കുറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. നമ്മൾ അവിടുന്നാണ് വന്നത്. ഇത് അവിടെയൊക്കെ നോക്കിയാൽ അവിടുന്ന് ഇപ്പോഴും മഞ്ഞ് വിട്ടുപോയിട്ടില്ല. ഇത് ഇവിടേക്ക് വന്നപ്പോൾ ഫുള്ള് ക്ലിയർ സ്കൈ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇവിടുന്നൊക്കെ നമ്മൾ നോക്കുന്ന ടൈമിൽ. നിങ്ങൾ അവിടെയൊക്കെ നോക്കി, അവിടെയൊക്കെ ഇതൊരു വീടൊക്കെ ഉണ്ടോ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്ട്. ഇതിൻ്റെ പാർട്ട് 2 ഉണ്ടാവും. നമ്മൾ ഇവിടുന്ന് മലക്കപ്പാറ, വാൾപ്പാറ, പൊള്ളാച്ചി, ആനമലൈ, മൂന്നാർ അങ്ങനെ കയറി പോകുന്നുണ്ട് നമ്മൾ. അപ്പോൾ എന്തായാലും മിസ് ചെയ്യാതിരിക്കുക. നമ്മളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ഗൈസ്.